നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ഹോട്ടൽ സ്റ്റൈൽ ബിരിയാണി. അതിനു വേണ്ടി ഒരു 3/4 കിലോളം ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. ഇത് മലബാറിൻ്റെ അരിയാണ്. 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, ബിരിയാണി പീസായി കട്ട് ചെയ്തത്. ചിക്കൻ ഇനി മസാല തേച്ച് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ ചേർക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ചിക്കൻ നല്ലോണം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചു. ഇതിനി അരമണിക്കൂർ ഇവിടെ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി റെഡിയാക്കാം. ഇനി നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉള്ളി പൊരിച്ചെടുക്കാം. ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയും അണ്ടിപ്പരിപ്പും കറിവേപ്പിലയൊക്കെ മൂത്ത് വന്ന് ഇതിലേക്ക് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ട് മുന്തിരിയും അണ്ടിപ്പരിപ്പും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കോരി എടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഉള്ളി വറുത്ത ഈ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും വറുത്തെടുക്കാം. ചിക്കൻ എണ്ണയിൽ കിടന്ന് നന്നായി വേവട്ടെ. നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ചിക്കനൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഈ എണ്ണയിൽ വറുത്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ലതുപോലെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്ത എണ്ണ മാറ്റി കുറച്ച് എണ്ണയുണ്ട്, അതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിലേക്ക് നമുക്ക് വല്യുള്ളി ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു മസാല തയ്യാറാക്കാനായിട്ട്. ഉള്ളി ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്ന് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, മസാലയ്ക്ക് ആവശ്യമായത് മാത്രം. ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഡാൽഡ ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ലില്ലീസിൻ്റെ പശുവിൻ നെയ്യാണ്, അടിപൊളി നെയ്യാണിത്. ഇതിലേക്ക് നമുക്കിനി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇവിടെ പൊടിച്ചതാണ്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇതിലൊഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ മസാലയിലിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ചെറിയ തീയിൽ കുറച്ച് സമയം വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ചോറ് റെഡിയാക്കാം. ബിരിയാണി അരി ഇനി കഴുകിയെടുക്കാം. അരി നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ ചോറിനൊക്കെ നല്ല മയം കിട്ടും. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ലില്ലീസിൻ്റെ നെയ്യാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ലില്ലീസിൻ്റെ പശുവിൻ നെയ്യ് നല്ല അടിപൊളി സൂപ്പർ നെയ്യാണ്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചു.
അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ പിടിച്ച് നല്ല റെഡിയായി ചിക്കൻ ഉണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ഉള്ളി, മുന്തിരി, കശുവണ്ടി, കറിവേപ്പില എല്ലാം കൂടി കുറച്ചിട്ട് വെതറി കൊടുക്കാം. കുറച്ച് പൈനാപ്പിൾ കൂടി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മസാല അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചോറ് ഇതിൻ്റെ മുകളിൽ, ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന മസാലയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കുറച്ച് ചേർക്കാം. വറുത്ത് വെച്ചേക്കണ ഉള്ളി, കശുവണ്ടി, മുന്തിരി, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം മെല്ലെ. അങ്ങനെ നമ്മൾ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി മൂടി വെച്ച് 10-15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണിയൊക്കെ അങ്ങനെ അടിപൊളിയായിട്ട് ദമ്മായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചാലോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.